ആ കൊച്ചവിടെ? അടുത്ത മുറിയിലാണ്. ഞാൻ നിർബന്ധിച്ച് കുളിപ്പിച്ചു, ആഹാരം കൊടുത്ത് കിടത്തി. എപ്പോഴും കരച്ചിലാണ്. അതിനെ കൂടി ഈ മുറിയിൽ കൊണ്ടുവന്ന് കിടത്ത്. ഒറ്റയ്ക്ക് കിടന്ന അത് പലതും ഓർക്കും, ചിലപ്പോ ഭയക്കും. അതിന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയാണ്. ആച്ചി എഴുന്നേക്ക്, ഞങ്ങൾ കിടക്കുന്ന മുറി കിടക്കാം. വേണ്ട വേണ്ട കൊച്ചുമ്മേ, ഞാൻ ഇവിടെ കിടന്നോളാം. മോൾ എന്റെ കൂടെ കിടന്നാ മതി. എണീക്ക്. മാലതി, ആച്ചയെ നിന്റെ കൂടെ കിടത്തിക്കോ. ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. ഞാൻ താഴെ കിടന്നോളാം കൊച്ചുമ്മേ. ഇനി നീ എന്നെ കൊച്ചമ്മയെന്ന് വിളിക്കരുത്, അമ്മയെന്ന് വിളിച്ചാ മതി. മോൾ ഇറങ്ങിക്കോ. ലൈറ്റ് അണച്ചേക്കാം. ഇഷ്ടം ആണോ? ആച്ചി നമ്മുടെ കൂടെ ആയിട്ട് 3 മാസം കഴിഞ്ഞു. ഈ വീട്ടിലെ ഒരു അംഗം പോലെ ആയവൾ. അതാണ് മനസ്സിന് വിഷമം. പക്ഷേ അവളുടെ ഭാവിയോട് നോക്കണ്ടേ? അതിന് തക്ക ഒരു ഏർപ്പാടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര വേണമെങ്കിലും പഠിക്കാം. നല്ല നിലയിലെത്തിയാൽ ഒരു വിവാഹം കിട്ടാനോ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാനോ ഒരു ബുദ്ധിമുട്ടും വരില്ല. നമുക്കും ഒരു ചുമതല ഒഴിയും. ആച്ചി, ഇങ്ങോട്ട് വരൂ. മോൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നിനക്ക് നല്ലതുപോലെ പഠിച്ചു മിടുക്കിയായി നല്ല നിലയിലാവണ്ടേ? കോട്ടയത്തിനടുത്ത് ഒരു ബാലമന്ദിരമുണ്ട്. അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികള് മിടുക്കരായിട്ട് വരും. അവരുടെ ഭാവി ചുമതലയും ബാലമന്ദിരക്കാര് തന്നെ ഏറ്റെടുക്കും. മോളെ അവിടെ അയക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് നല്ലതാണ് കുഞ്ഞെ, നിനക്ക് സുഖമായിരിക്കും. വേണ്ട, എന്നെ എങ്ങും പറഞ്ഞേക്കണ്ട. ഞാൻ എങ്ങും പോവില്ല. ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. നിനക്ക് പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ താമസിച്ചോളാം. അമ്മേ, എന്നെ എങ്ങും പറഞ്ഞേക്കല്ലേ. അച്ഛാ, ആച്ചി എങ്ങും വിടണ്ട. ഞാൻ വിടൂല. ആച്ചി വിടല്ലേ? ഇല്ല മോളെ, നിന്നെ എങ്ങും വിടില്ല. നീ ഇവിടെ തന്നെ താമസിച്ചു. ഇത് നിന്റെ വീടാണ്. ഇത് നിന്റെ അച്ഛൻ, ഇത് നിന്റെ ആങ്ങള. എന്റെ മോളെ ഞാൻ എങ്ങും വിടില്ല. നമുക്ക് 2 മക്കളാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് എന്റെ മോള് വിഷമിക്കുന്ന എന്തിന്? പ്രായമായവര് അറിവില്ലായ്മ കൊണ്ട് വല്ലതുമൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും നീ എന്റെ മകളാണ്. ഇത് നിന്റെ വീടാണ്. എനിക്കും നിന്റെ അച്ഛനും നിന്നെ കഴിഞ്ഞുള്ളൂ ഗോപി. മോള് വിഷമിക്കരുത്. അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. അതെ. ആച്ചി ക്ലാസ്സോട് കൂടി പാസ്സായ വിവരം ഞാൻ അറിഞ്ഞു. അഭിനന്ദനങ്ങൾ. താങ്ക്സ്. ഞാൻ നേരത്തെ കോളേജ് വിട്ടു. വിട്ടതല്ലോ, പുറത്താക്കിയതല്ലേ. അപ്പോ ആച്ചിക്ക് എന്നെ അറിയാം.
അറിയാം. ആച്ചിയെ രഹസ്യമായി നേരിൽ കണ്ട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ ഏറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് സൗകര്യം? ഒരിക്കലും സൗകര്യപ്പെടില്ല. അനന്തനെ എനിക്ക് അറിയാമെന്ന് മാത്രമല്ല, ശരിക്കും അറിയാം. അനിലേട്ട എപ്പോ വന്നു? എപ്പോ വന്ന നിനക്കെന്താ? നിനക്ക് ദൈവം മതിയല്ലോ. മാരുതി ചേച്ചിക്കും ചേട്ടനും ആശുപത്രി ശരണം. ഞാനാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് കൊടുന്തണുപ്പിൽ വണ്ടൻമേട്ടിൽ നിന്ന് ബസ് കയറി ഇവിടെ എത്തിയിരിക്കുന്നു. കാപ്പി കുടിക്കാൻ ആര് തരാനാ? ഗോപി, അമ്മാവന് കാപ്പി കൊടുക്കാത്തത് എന്താ? ഞാൻ വിളിച്ചിട്ട് വന്നില്ല അച്ഛമ്മേ. നീ പോടാ. നിനക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാമോ? മാണ്ടൻ. മുട്ട റോസ്റ്റ് തിന്നാനാണോ വണ്ടമേട്ടിൽ നിന്ന് വെളുപ്പിന് ബസ് കയറിയത്? ഇപ്പൊ തരാനില്ലേട്ടാ. അനിലമ്മാവ് മണ്ടം വീട്ടിൽ നിന്ന് വരുന്നത് ഞങ്ങളെ കാണാനോ അതോ മുട്ട റോസ്റ്റ് തിന്നാനോ? നേര് പറയട്ടടാ അനന്തരവനെ. ആച്ചി ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് തിന്നാൻ. അമ്മ എന്താണ് കഴിക്കാതിരിക്കുന്നത്? ഒട്ടും വിശപ്പില്ല മോളെ. കുറെ നാളായി ചികിത്സ തുടങ്ങിയിട്ടും അമ്മയ്ക്ക് വിശപ്പില്ലാത്ത എന്താണ് അച്ഛാ? മരുന്ന് കഴിക്കല്ലേ. ചില ടെസ്റ്റുകൾ കൂടി കഴിഞ്ഞ് ഇപ്പോഴത്തെ മരുന്ന് മാറ്റണമെന്ന് പറയാമെന്നാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്. അനില് ഇന്ന് വന്നാൽ നന്നായി. ആച്ചിയെ കൂടെ വണ്ടമേട്ടിന് കൊണ്ടുപോകണം. ആച്ചിയെ മാത്രോ? ശ്രീനേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് ഞങ്ങൾക്ക് പോണം. ഒരാഴ്ച അവിടെ നിൽക്കേണ്ടി വരും. അങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ആച്ചിമോക്ക് നല്ല തൃപ്തിയില്ല. അതുകൊണ്ട് നീ അവളെ വണ്ടമേടിന് കൊണ്ടുവയ്ക്കൂ. ആ സ്ഥലമൊക്കെ കാണാൻ അവൾ എന്നെ ആഗ്രഹിക്കുന്നു. അനിലേട്ടൻ ആ സ്ഥലത്തെപ്പറ്റി വർണ്ണിച്ചു കേൾക്കാറുള്ളപ്പോൾ എനിക്ക് അവിടെ കാണാൻ എന്താഗ്രഹമാണെന്നോ. സപ്തതി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞങ്ങൾ അതുവഴി വന്ന് മോളെ കൊണ്ടുപോരാ. ഞാൻ സപ്തതിക്കോ അതോ വണ്ടമേട്ടിലേക്കോ? നീ വെറും സപ്തതിക്ക്, ഞങ്ങൾ ഉഗ്രൻ വണ്ടൻമേട്ടിലേക്ക്. ഈശ്വര, കണ്ടാലും കണ്ടാലും മതി വരില്ല. ഇതാണ് എന്റെ നാട്. അയ്യോ, താഴേക്ക് നോക്കിയിട്ട് ഭയം തോന്നുന്നു. ഞാൻ അടുത്തില്ലേ? അതാണൊരു ധൈര്യം. അകലെ കാണുന്ന ആ കായൽ ഏതാണ്? അത് കായലല്ല പെണ്ണെ, മേഘങ്ങൾ. നമ്മൾ യാത്ര ചെയ്യുന്നതിനും താഴെ മേഘങ്ങൾ. ഓ, തല ചുറ്റുന്നു. എന്തായി പാട്? ഓർമ്മയില്ലേ? എല്ലാം ഞാൻ ഓർക്കാറുണ്ട്, കുട്ടിക്കാലത്തെ എല്ലാ കാര്യങ്ങളും. ഞാനും. ഏതാ ചേച്ചി ഈ പെണ്ണ്? ഏത് പെണ്ണ്? ഐസ് മിഠായി പോലെ ഇരിക്കുന്ന ഈ പെണ്ണ്. ഐസ് മിഠായിയോ? കൊള്ളാമല്ലോടാ നിന്റെ ഉപമ. ഇവളെന്റെ മോളാ. ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും ഇങ്ങനൊരു മോളെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു മോളും കൂടെ ഉണ്ട്. എന്താണ് ഇവളുടെ പേര്? ആച്ചി. ആച്ചി ആച്ചി. അമ്മ ഈ ചെറുക്കനെ കളിയാക്കുന്നു. അവന് ചെറുക്കനൊന്നും വിളിക്കരുത്. അവനെന്റെ ഇളയ ആങ്ങളെയാ. അനിലേട്ടാന്ന് വിളിക്കണം. എന്നെ കളിയാക്കുന്നതോ? അനിൽ, നീ ആച്ചിയെ കളിയാക്കരുത്. ഇല്ല, പത്രാസുകാരി. പാടി വേണ്ട കളിക്കാൻ. വാ.
കിളിക്കുഞ്ഞ് കാണും. ഞാൻ കേറി എടുത്തു തരാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാവുന്നു. എനിക്ക് കിളിക്കുഞ്ഞിന് വേണം അമ്മാവാ. ഞാൻ ഇപ്പൊ കേറി എടുത്തു തരാം. പേടിക്കാതിരി പെണ്ണേ, മണ്ടി പത്രൂസ്. ഞാൻ അമ്മയെ വിളിച്ചു പറയും. ഞാൻ എന്നാ ഒരു സർക്കസ് കാണിക്കും. കൈവിട്ട് മരക്കൊമ്പിലൂടെ നടക്കും. അമ്മേ ഓടിവാ, അനിലിന്റെ മറ്റേ കൈവിട്ട് നിൽക്കുന്നു അമ്മേ. എടാ അനിൽ, അയ്യോ അമ്മേ, കൈവിട്ട് നിന്ന് തുള്ളുകയാണോ? ഞാൻ കേറിണ്ടെന്ന് പറഞ്ഞതാ. അനിൽ, നിന്റെ കുസൃത്തരം കൂടുന്നുണ്ട്. ഇന്ന് തന്നെ നിന്നെ ഞാൻ വണ്ടമേട്ടിൽ അയക്കുന്നുണ്ട്. പൊന്നു ചേച്ചി, എന്നെ പറഞ്ഞു വിടല്ലേ. സ്കൂൾ തുറക്കുന്നത് വരെ ഞാനിവിടെ നിന്നോട്ടെ. ഈ പെണ്ണ വഴക്കുണ്ടാക്കുന്നത് പേടിത്തൊണ്ട.